ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നാളെയാണ്. പൂരനഗരിയിലെ എല്ലാവിധ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. അടുത്ത 1 മണിക്കൂർ പൂരം വിശേഷങ്ങളുമായി പൂരനഗരിയിൽ നിന്നും തത്സമയ വാർത്തകളാണ്. ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ അനിൽ നമ്പ്യാർ ചേരുകയാണ്. അനിൽ, ജനസാഗരം തന്നെയാണ് പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ആവേശകരമാണ് അവിടെ നിന്നുള്ള ഓരോ കാഴ്ചകളും വിശേഷങ്ങളും? ഓക്കെ, സുരേഷ് പറഞ്ഞ പോലെ ജനസാഗരമാണ്. പൂര നഗരിയിലേക്ക് വീണ്ടും ജനൻ ടി വിയുടെ പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുവരികയാണ്. രാവിലെ 2 മണിക്കൂർ ഷോ ഉണ്ടായിരുന്നു. ഇന്നലെ ജനൻ ടി വിയുടെ പൂര വിളംബരം ഉണ്ടായിരുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. എല്ലാവരും എല്ലാ റോഡുകളും ഇപ്പോഴിതാ തെക്കേ ഗോപുര വാതിലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ഒരുവിധം മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ട്. രാവിലത്തെ ആ 2 മണിക്കൂർ ഷോയിൽ പല അതിഥികളും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ഷോയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ചില അതിഥികൾ എത്തിയിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളത് ഹരി പി നായരാണ്. ഹരി ഒരു അപരിചിതനല്ല. ഹരി ജനൻ ടി വി കുടുംബത്തിലെ ഒരാൾ കൂടിയാണ്. നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആങ്കറാണ് ഹരി. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹരി ഈ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ഒരു വീഡിയോ സോങ് ഇറക്കിയിട്ടുണ്ട്. ഹരിയാണ് അത് രചിച്ചത്. സന്നിധാനന്ദനാണ് അത് ആലപിച്ചത്. അപ്പോൾ സന്നിധാനന്ദനും അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും, ഞങ്ങളോടൊപ്പം സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹരിയിലേക്ക് പോകുന്നു. ഹരി, ആദ്യം പൂര വിശേഷങ്ങൾ, ഹരിയുടെ ഓർമ്മയിൽ പൂരത്തെക്കുറിച്ചുള്ള എന്ത് വിശേഷമാണ് ആദ്യം ഓടിയെത്തുന്നത്? എൻ്റെ ഓർമ്മയിൽ പറയുമ്പോഴേ, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ കൊച്ചിൻ ദേവസ്വം ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്, സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തത്. അപ്പോൾ അച്ഛനോടൊപ്പം ചെറുപ്പം മുതലേ പൂരത്തിനെത്തുകയും കാണുകയും അങ്ങനെയുള്ളൊരു അടുപ്പവും പരിചയമൊക്കെ ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ വിഷ്വൽ മീഡിയ വർക്ക് ഏഷ്യാനെറ്റിലാണ് തുടങ്ങിയത്. അപ്പോൾ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മറ്റ് പല ചാനലിൻ്റെയും പൂരം തത്സമയ സംപ്രേഷണ പരിപാടികൾ ഇതുപോലെ അതിൻ്റെ പിന്നണി പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടാകാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ വലിയ നല്ല ഓർമ്മയാണ്. ഇപ്പോൾ പൂരത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള പൂരം അവതരണങ്ങളിലും ഭാഗമാകാൻ സാധിക്കുന്നു, അതും വലിയ സന്തോഷം. പൂരമായിട്ട് ബന്ധപ്പെട്ട 6 പാട്ടുകൾ ഇതിനകം എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് പൂരം നടക്കുന്ന, മാത്രമല്ല പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത്, അതെല്ലാം ഈ പാട്ടിലൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് പൂരത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആഴത്തിൽ അറിയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഏറെ പഠിച്ചാൽ, എനിക്കല്ല നമുക്ക് എല്ലാവർക്കും, കാരണം ഇതിങ്ങനെ ഒരു കടൽ പോലെ ആഴവും പരപ്പുമുള്ളൊരു വിഷയമാണല്ലോ. കാരണം ഇതിനൊരു ചരിത്രപരമായ വസ്തുതയുണ്ട്. എത്രയോ 200-ൽ പരം വർഷങ്ങളുടെ ഒരു ഓർമ്മ പേറുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കം മുതൽ. ഘടകപൂരങ്ങൾ നിരവധിയുണ്ട്. ജനപങ്കാളിത്തം തൃശ്ശൂർ എന്ന് പറയുന്നൊരു കേന്ദ്രമായിരിക്കെ തന്നെ തൃശ്ശൂരിന് പുറത്തുള്ള ജില്ലയിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾക്ക് ഇവിടേക്ക് ഈ സെൻട്രൽ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ തോന്നുന്നതിന് പിന്നെ ഒരു കാന്തിക ശക്തിയുണ്ട്. ഇപ്പം നമ്മൾ ശബരിമലയിലെ മകരവിളക്ക് നടക്കുമ്പോൾ ഒരു കേന്ദ്ര ബിന്ദുവിലേക്കാണല്ലോ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ആളുകൾ ഒഴുകിയെത്തുന്നത്. അവിടെ അവർക്ക് മല കയറുന്നതോ അതിൻ്റെ ക്ഷീണമോ ഒന്നുമല്ല, അതൊന്നും ഒരു വിഷയമല്ല, പ്രശ്നമല്ല. ഇപ്പം നോക്കൂ, പൂരം നടക്കുമ്പോൾ മേടച്ചൂടിലാണ്, പൊരി വെയിലത്ത് ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വിയർത്തൊലിച്ച് തടിച്ചു കൂടുമ്പോൾ അതിലവർക്കൊരു ക്ഷീണമല്ല, പ്രയാസമല്ല അനുഭവപ്പെടുന്നത്. പൂരം നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള വർണ്ണ വിസ്മയ ശബ്ദഗാംഭീര്യം നിറഞ്ഞ അനുഭൂതികൾ നുകരുവാനുള്ളൊരു ആവേശമാണ്. അപ്പോൾ അത്തരത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അത് ഒരു വിദ്യാർത്ഥികൾ അറിയാൻ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് സമയമെടുത്ത് ആഴത്തിൽ പഠിക്കേണ്ട ചരിത്രപരമായ വസ്തുക്കൾ, ഇതിൻ്റെ ആസ്വാദനത്തിന് വഴിയൊരുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലുള്ള ജനപങ്കാളിത്തം, ഇത് ഒരു ഒന്നാക്കി മാറ്റുന്നുണ്ട് ആളുകളെ, അല്ലേ? ജാതി, മതം, വർഗം, വർണ്ണം വ്യത്യാസം, ദേശം, ഭാഷ, ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് എല്ലാവരിലും ഒരു പൊതുവികാരമായി ഒത്തുചേരുവാൻ സാഹോദര്യവും സമത്വവും സ്നേഹവും ഒക്കെ പുലർത്തുന്ന, അത് വലിയവനെന്നോ ചെറിയവനെന്നോ പണക്കാരനെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ സ്പിരിറ്റ് സമ്മാനിക്കുന്നു. അത് തന്നെയാണ് ഈ പൂരത്തിൻ്റെ ഒരു വലിയൊരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. കൂട്ടായ്മയുടെ ഉത്സവം. അതെ, കൂട്ടായ്മയുടെ ഒരു ഉത്സവം. ഇന്ന് പൂരവിളംബരം ദിവസം, ഇന്ന് അതിരാവിലെ മുതൽ നെയ്തലക്കാവിലമ്മ പൂരം വിളംബരം ചെയ്യുന്നത് വരെ ഹരിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അവസാനം തെക്കേ ഗോപുര നടയിൽ ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, പാട്ട് എഴുതുന്നതിനോടൊപ്പം ഞാൻ എഴുതിയ പാട്ട് ഈ വർഷത്തെ 6ാമത്തെ ആൽബം, കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്യുന്നതിൽ ഈ വർഷത്തെ പൂരപ്രേമം എന്ന ആൽബം സന്നിധാനത്തും പാടിയിരിക്കുന്നു.
അതിൻ്റെ ഒരു ഈണം എന്ന് പറയുന്ന ഒരു നാടൻ പാട്ടിൻ്റെ ഡാൻസ് മോഡലാണ്. അപ്പോൾ അതിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മധു, ആര്യ, അവരുടെ ഒരു സംഘം ഡാൻസേഴ്സ് ആ വിഷ്വലുണ്ട്. അപ്പോൾ അവരെല്ലാവരും ടീമായിട്ട് വന്ന് ഞങ്ങളിവിടെ ആ പാട്ടിനൊരു ഡാൻസ്, ഒരു കൊറിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൂട്ടത്തിൽ ചുവട് വെച്ചു ചിലപ്പോൾ അവരൊക്കെ വന്നേക്കാട്ടോ, സമയത്തുണ്ടെങ്കിൽ ഞാൻ അവർ കണക്ട് ചെയ്ത് ആണോ? എത്തും ഇവിടെ? അറിയില്ല, ചിലപ്പോൾ 5 മണി വരാമെന്ന് പറഞ്ഞിട്ട് അഥവാ വരികയാണെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയ പാട്ട് എഴുതാനുള്ള പ്രചോദനം എന്താണ്? ഈ പാട്ട് ഇങ്ങനെ ആയിരിക്കണം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്, അനുവാചകരുടെ ഹൃദയത്തിലേക്ക് അല്ലേ പൂരത്തിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് അത് സന്നിവേശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പാട്ടെഴുത്തുകാരൻ്റെ അല്ലെ വലിയൊരു ദൗത്യമാണ്. അപ്പോൾ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിലേക്ക് എത്തിയ വഴികൾ പറയുമ്പോൾ ഞാൻ ഏകദേശം 6 വർഷം മുൻപ് ആദ്യമായിട്ടൊരു പൂരം സോങ് ചെയ്ത് മുതൽ പറയാം. അത് ആദ്യം ചെയ്തത് പൂരം മനോഹരം എന്നൊരു ആൽബമായിരുന്നു. ജയരാജ് വാര്യർ ചേട്ടൻ്റെ മകളായിട്ടുള്ള ഇന്ദുലേഖ വാര്യർ അവരാണത് പാടിയിരിക്കുന്നത്. സാധാരണ പൂരം സോങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു അടിച്ചുപൊളി, കൂടുതൽ ആണുങ്ങൾ പാടുന്ന, ആണുങ്ങൾ വിഷ്വൽ അപ്പിയർ ചെയ്യുന്ന, പുരുഷന്മാരുടെ ഒരു പങ്കാളിത്തം കൂടുതലുള്ള ഒന്നാണ്. നേരെ തിരിച്ചൊരു പുതുമ പരീക്ഷിച്ചത്, ഇത് ഒരു പെൺകുട്ടി പാടുകയും അതിലൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് മൂഡിൽ രചന നാരായണൻകുട്ടി കൊറിയോഗ്രാഫി ചെയ്ത് തൃശ്ശൂർ തന്നെയുള്ള ഗായത്രി സുരേഷ്, മാളവിക മേനോൻ എന്നിവരൊക്കെ അഭിനയിച്ച ഒരു ശാസ്ത്രീയ നൃത്ത രൂപത്തിലായിരുന്നു ആ പാട്ട്. അടുത്ത വർഷങ്ങളിൽ ഓരോ വർഷവും ഇതുപോലെയുള്ള പുതുമകൾ പരീക്ഷിക്കുന്നതിൽ പിന്നെ ഞാൻ ദുബായിൽ തൃശ്ശൂർ പൂരം നടന്നു. അന്ന് നമ്മുടെ അനൂപ് ശങ്കർ എന്ന ഗായകൻ, അദ്ദേഹം ഞാൻ എഴുതിയൊരു പാട്ട് പാടുകയും ദുബായ് പൂരത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടൊരു പാട്ട് ചെയ്യണ്ടായി. പിന്നീട് കൊറോണ കാലത്ത് പൂരത്തിനുണ്ടായൊരു അനിശ്ചിതത്വത്തെ വർണ്ണിച്ചുകൊണ്ട് ഹൃദയത്തിൽ പൂരത്തിനെത്താൻ സാധിക്കാത്തവർക്കും ഹൃദയത്തിൽ പൂരം ആഘോഷിക്കുന്ന വിധത്തിൽ, പിന്നെ കുട്ടികളുടെ പൂരം വർണ്ണിച്ചുകൊണ്ട് ഉണ്ണികൾക്കിഷ്ടം ഈ പൂരം, കണ്ണുകൾക്കിമ്പം ഈ പൂരം എന്നൊരു തൃപ്പൂരം എല്ലാ ആളുകളെയും കവർ ചെയ്തു. അപ്പൊ ഈ വർഷം അപ്പൊ ഈ വർഷം ഒരു പുതുമ, ഇനി എന്താണ് വ്യത്യസ്തത വേണ്ടതെന്ന് ആലോചിച്ചപ്പോ പൂരപ്രേമം എന്ന വാക്കിൽ തന്നെ ഒരു 2 അർത്ഥം കൽപ്പിക്കാം. ഒന്ന്, പൊതുവെ എല്ലാവർക്കും പൂരത്തിനോടുള്ളൊരു പ്രളയം. 2, ഈ പൂരപ്പറമ്പിലും പ്രണയങ്ങൾ ഇതിൽ വിടരുന്നുണ്ട്. പലരും പ്രേമം നിറഞ്ഞ മനസ്സുണ്ടോ? എത്രയോ ഈ ആൾക്കൂട്ടത്തിനിടയിലെ ഉറപ്പായിട്ടും അതല്ല, സ്നേഹിക്കുന്നവർ, പ്രണയിക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കാൻ അല്ലെ പൂരത്തിന്റെ സംഗീതം, പൂരത്തിന്റെ ചമയ പ്രദർശനം, ഈ കാഴ്ചകൾ, കുടമാറ്റം എന്നൊക്കെ എന്തൊരു എക്സ്ചേഞ്ച് അല്ലേ, ഹൃദയങ്ങൾ തമ്മിൽ കൈമാറുന്ന പോലെ. അതിവിടെയാണ് നമ്മൾ ഈ നിൽക്കുന്ന തെക്കേ ഗോപുരം നടയിൽ പൂര ദിവസം നടക്കുകയാണല്ലോ. അപ്പൊ അതിലൊരു പൂരപ്രേമം എന്ന വിധത്തില് ഒരു കാമുകൻ കാമുകിയോട്, പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവളോട് വർണ്ണിച്ചു പാടുന്ന പോലെയാണ് ഈ പാട്ടിന്റെ ഒരു തീം. പൂരത്തിനെത്താനൊരുങ്ങുന്നുണ്ട് ചേലൊത്ത പെണ്ണുരുത്തി, മേളപ്പെരുക്കത്തിനോടൊപ്പം തുടികൊട്ടി നെഞ്ചിൽ നിറഞ്ഞുരുത്തി എന്നാണ് എന്റെ വരികള്. ആത്മാംശം വല്ലതും ഉണ്ടോ ഇതിൽ? ആത്മാംശമൊക്കെ ഇല്ല. ഭാര്യ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും ഹൃദയത്തിൽ പ്രണയമുണ്ടല്ലോ എല്ലാവർക്കും. ഞാൻ ഭാര്യയ്ക്ക് ഈ പാട്ട് ആദ്യം നമ്മൾ വർക്ക് ചെയ്തിട്ട് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അവരുടെയും ഒരു ഇഷ്ടം നമ്മൾ നോക്കും, വളരെ ഹാപ്പി ആയാള്. അങ്ങനെയാണ് ആ പാട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ പാട്ടിന്റെ ഒരു തീം, പൂരപ്രേമം. അതിന് നല്ല പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കിട്ടുന്നുണ്ട്. നാടൻ പാട്ടിന്റെ സ്വഭാവത്തിലാണ് ഒരുക്കുന്നത്. അതുകൊണ്ടാണ് സന്നിധാനത്തിനെ വിളിച്ചത്. സന്നിധാനത്തിന് അത് പാടുമ്പോൾ ഒരു പിച്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ, നല്ല പിച്ച് കയറ്റിയിട്ട് നാടൻ ശീലുള്ള വിധത്തിൽ പാടി എത്തിക്കാൻ സന്നിക്ക് വലിയ കഴിവ്. ഞാനും സന്നിധാനത്തിനും കേരളവർമ്മ കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. ഞങ്ങളുടെ ഡിഗ്രി കണക്ഷൻ ഉണ്ട്. അതൊരു 20 വർഷത്തിനൊക്കെ മുമ്പുള്ള ഒരു സൗഹൃദമാണ്. പിന്നീട് ഞങ്ങൾ സംഗീത സൗഹൃദമുണ്ട് വർഷങ്ങളായിട്ട്. അപ്പൊ ഇത്തവണ പൂരം സോങ് സന്നിധാനം പാടാം എന്ന വിധത്തിൽ ആലോചിക്കുകയും സന്നിധി വളരെ സന്തോഷത്തോടെ ചെയ്യുകയും ചെയ്തു. അതാണ് ഈ പുതിയ പാട്ടിന്റെ വിശേഷം. അരി പാടുവോ? ഞാൻ പാട്ട് കുറവാണ്, എഴുത്തും എന്നാലും ഇല്ല. എന്റെ ശബ്ദം അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ പാടുന്നതിനേക്കാൾ ഞാൻ പാട്ടിനെ കുറിച്ച് പറയാം. അതൊരു രക്ഷപ്പെടലാണ്, അത് ശരിയല്ല. കാരണം അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ഞാനിപ്പോ സന്നിധാനത്തിന് എത്തുന്നുണ്ട്, വന്ന ആളെ കൊണ്ട് പാടിക്കും. ഈ ശബ്ദത്തിലേ ഭയങ്കര മുഴക്കം. ഒന്നാമത് എന്റെ ശബ്ദം അറിഞ്ഞിരിക്കുകയാണ്, പാടി എത്തിക്കൽ എളുപ്പമല്ല. ഹരിയേട്ട, നിരവധി ഹരിയേട്ടനെ എപ്പോഴും കാണുന്നത് എപ്പോഴും ഒരു ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഹരിയേട്ടനെ എപ്പോഴും കാണുന്നത്. ഏതെങ്കിലും ക്ഷേത്രത്തിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് ആ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം വരുന്നതുമായി ബന്ധപ്പെട്ട് വടക്കുന്നാഥനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചേട്ടൻ? ഈ വടക്കുന്നാഥിൽ ഇന്നേവരെ വടക്കുന്നാഥ സന്നിധിയിൽ എത്തിയപ്പോഴുണ്ടായ അനുഭവം, ക്ഷേത്രത്തിന്റെ പ്രത്യേകത, അതിൽ വടക്കുന്നാഥൻ ശരിക്കും നോക്കൂ, സ്വാഗതം ഓതുകയാണ്. പൂരത്തിൽ തന്നെ ആതിഥേയനാണ്. വടക്കുന്നാഥന്റെ പാർട്ടിസിപ്പേഷൻ ഇതിനൊരു അരങ്ങൊരുങ്ങി കൊടുക്കുന്ന വിധത്തിലാണോ. തിരുവമ്പാടിയും പാറമേക്കാവുമാണ് മത്സരാത്മകമായ വിധത്തിൽ പങ്കാളികളാവുന്നെങ്കിൽ വടക്കുന്നാഥനും തേക്കിൻകാടുമെല്ലാം അതിന് സാക്ഷിയായി കൂടെ ചേർന്ന് നിൽക്കുകയാണ്.
വടക്കുന്നാഥൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് തൃശ്ശൂർ പേരൂരിലേക്ക്. നമ്മുടെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരുടെ ഒരു മനോഭാവം നോക്കിയിട്ടുണ്ടെങ്കിൽ ശാന്തി തേടി എത്തുകയാണ് ശിവസന്നിധിയിൽ. അതെ, തീർച്ചയായും. പൊതുവെ നമുക്കറിയാം ശിവക്ഷേത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ വൈക്കം ക്ഷേത്രം നോക്കിയാലും ഏറ്റുമാനൂർ ക്ഷേത്രം നോക്കിയാലും എത്രയോ ശിവക്ഷേത്രങ്ങൾക്ക്, ഇപ്പോൾ പെരുവനം മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെ വലിയ ക്ഷേത്ര നിർമ്മിതിയാണ്, വലിയ സ്പേഷ്യസ് ആണ്. അപ്പം അതിനുള്ളിൽ അതിൻ്റെ ഒരു പുരാതനത്വം, അതിൻ്റെ ഒരു മഹിമ, ആ ക്ഷേത്രത്തിൻ്റെ ഒരു പെരുമ നിലനിർത്തുന്ന വിധത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പം അവിടെ എത്തുമ്പോൾ സന്ധ്യയ്ക്ക് തൃപ്പ തൊഴാനെത്തുന്നവർ, അതിരാവിലെ തൊഴാനെത്തുന്നവർക്ക് അനുഭവിക്കുന്ന ഒരു ശാന്തി വടക്കുന്നാഥൻ നൽകുന്ന ഒരു വലിയ ചൈതന്യമാണ്. ഈ നഗരത്തിന് സാംസ്കാരിക തലസ്ഥാനം എന്ന പേര് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അല്ലേ, പിന്നെ നമ്മുടെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ വടക്കുന്നാഥൻ ഇവിടെ ഒരു തലയെടുപ്പോട് കൂടിയിട്ട് ഈ നഗരിയിൽ അദ്ദേഹമാണല്ലോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അല്ല, ആ കണ്ണ് എല്ലാ സ്ഥലത്തും ഉള്ളതുകൊണ്ടാണല്ലോ വളരെ സമാധാനപരമായിട്ടും സുഗമമായിട്ടും കാര്യങ്ങൾ നടക്കുന്നത്. പൂരം നോക്കൂ, നമ്മൾ ഈ കാണുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ, ലോകത്തൊരിടത്തും കാണാത്ത ഒരു കൺസ്ട്രക്ഷൻ ആണിത്. ചുറ്റി ഒരു സെന്റർ പോയിന്റ്, എത്രയോ പോക്കറ്റ് റോഡുകളാണ്, പലയിടങ്ങളിൽ നിന്നും എളുപ്പം ഇത് തന്നെയാണ് ഈ പൂരം ഇത്ര ഗംഭീരമായിട്ട് നടത്താൻ ഉള്ള അനുകൂലമായ ഏറ്റവും വലിയ സാഹചര്യം. ആളുകൾക്ക് ഒഴുകിയെത്താനുള്ള ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള വഴികളും അതിനനുസരിച്ചുള്ള ഒരു വലിപ്പവും വിശാലതയും. ഇപ്പോൾ തൊട്ടിപ്പുറത്ത് നോക്കിയാൽ പൂരം എക്സിബിഷൻ കാണാം, തൊട്ടപ്പുറത്ത് ചമയ പ്രദർശനം തെക്കിങ്ങാട്ട് അപ്പുറത്ത് കാണാം. ആളുകൾ ഇങ്ങനെ വന്ന് ഒഴുകുന്നു, എത്രയോ കച്ചവടങ്ങൾ നടക്കുന്നു. നമ്മൾ ഈ കേൾക്കുന്ന താളങ്ങളും മേളങ്ങളും ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഹൃദയസ്പന്ദനങ്ങളാണ്. തീർച്ചയായും. അപ്പൊ അവർക്ക് പൂരത്തില് ആചാരങ്ങൾ ഉണ്ടാവാം, അനുഷ്ഠാനം ഉണ്ടാവാം, ആഘോഷമുണ്ടാവാം അല്ലെ. അവരുടെ ആത്മസംതൃപ്തിക്ക് ഉതകുന്നത് എന്തോ അത് അവരിവിടെ വന്ന് ആസ്വദിക്കുന്നു. അതിന് എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ പൂരത്തിന് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം കാലാവസ്ഥ കൊണ്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ജനം ടിവിയുടെ പൂരം ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു പൂരനഗരിയിൽ പുത്തൻ ആവേശത്തോടെ പുത്തൻ പുലരിയിൽ ഒരു പൂരം ലൈവ് എന്ന ലെവലിലാണ് ജനം ടി വി. ഗംഭീരമായിട്ട് തോന്നി. അതിന് നിങ്ങളൊരു പക്ഷേ ഞങ്ങളുടെ അതിഥികളാണ്. അനിൽജി തൃശ്ശൂരിലേക്ക് എത്തുകയാണല്ലോ ഈ പ്രോഗ്രാമിനായിട്ട്. രാവിലെ മുതൽ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ലൈവിലേക്ക് അനൂപ് ശങ്കർ ഉണ്ടായിരുന്നു തുടക്കം, വളരെ സംഗീതാത്മകമായിരുന്നു. ജയരാജേട്ടൻ ഇന്നത്തെ ദിവസം ധന്യമാക്കി. നല്ല തുടക്കം അല്ലെ, ഗംഭീരമായിട്ടുള്ളൊരു തുടക്കമായിരുന്നു. പിന്നെ നന്ദകിഷോരേട്ടൻ ഉണ്ടായിരുന്നു, ജയരാജ് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സംഗീതാത്മകമായിട്ട് സുന്ദരമായിട്ടൊരു തത്സമയ സംപ്രേഷണം അണിയിച്ചൊരുക്കുന്ന ജനൻ ടി വി എൻ്റെ പ്രിയപ്പെട്ട സ്ഥാപനമാണ്, ഞാൻ പ്രവർത്തിക്കാറുള്ളതാണ്. അപ്പോൾ അവിടെ അണിയറയിലും അരങ്ങിലും ഉള്ളവരും ഒക്കെയും നമുക്ക് സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ടെക്നിക്കലായിട്ടുള്ള ടീം അടക്കം നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞാൻ എൻ്റെ ഒരു ആശംസ അഭിനന്ദന ഈ അവസരത്തിൽ അറിയിക്കുന്നത്. സന്തോഷം. എനിക്ക് തിരക്കില്ലെങ്കിൽ ഞാൻ ഒരു ഇടവേള എടുത്തിട്ട് ഉടൻ തിരിച്ചു വരാം. ഒരു ചെറിയൊരു ഇടവേള, ഉടൻ നമുക്ക് തിരിച്ചു വരാം.